ഹായ് ബാ. നിങ്ങൾ തണ്ണീർമത്തൻ ദിനങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മാത്യുവിൻ്റെ കഥാപാത്രവും വിനീത് ശ്രീനിവാസിൻ്റെ കഥാപാത്രവും തമ്മിൽ ഒരു ശത്രുതയുണ്ട്. കാരണം നമുക്ക് കാണുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം അവർ തമ്മിലുള്ള ശത്രുത എന്താണ്. പക്ഷേ അത് ആ സിനിമയുടെ അവസാനം വരെ അതിനകത്ത് മറ്റാൾക്കാർ വിനീത് ശ്രീനിവാസിന് വട്ടാണെന്നും അത് ഫേക്കായിട്ടുള്ള ഒരു അധ്യാപകനാണെന്നും അറിയുന്നില്ല. അത് അറിഞ്ഞു കഴിയുമ്പോൾ മാത്യുവിൻ്റെ ഒരു സന്തോഷ പ്രകടനമൊക്കെ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഇല്ലേ അങ്ങനെ കുറച്ച് പേര്. നമ്മൾ എത്രയൊക്കെ ഇവർ ഫേക്കാണ്, ഇവർ കാണിക്കുന്നതെല്ലാം ഫേക്കാണെന്ന് കാണിച്ചാലും ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അവരുടെ അനുഭവത്തിൽ വരണം അത് അവർക്ക് മനസ്സിലാവണം. അന്നേരം അവർ പറയും നീ പറഞ്ഞ് ശരിയായിരുന്നു, അവർ ഫേക്കാണെന്ന്. നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അഭിനയിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിനുമില്ലേ? എനിക്കുണ്ട് കേട്ടോ, എൻ്റെ ചുറ്റിനും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര അഭിനയമാണ്, പല രീതിയിലും പല തലത്തിലുമൊക്കെ ഭയങ്കര അഭിനയമാണ്. പക്ഷെ എനിക്കറിയാം അവർ ഫുൾ ഫേക്കാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അത് മറ്റൊരാളുടെ അടുത്ത് പറയാൻ അവരെന്ന് അവരുടെ അഭിനയം കൊണ്ട് അഭിനയിച്ചവരും മറ്റവരെയും അവർ തോപ്പിച്ച് വെച്ചു. കാരണം അവർക്കറിയാം അവരുടെ അഭിനയം ആ രീതിയിലുള്ള അഭിനയമാണ് അവരവിടെ അഭിനയം കാഴ്ച വെക്കുന്നത് അല്ലേ? അങ്ങനെ ആൾക്കാരില്ലേ നിങ്ങളുടെ ചുറ്റിനും? ഇല്ലേ അങ്ങനെയുള്ളവർ നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നവർ? എൻ്റെ അടുത്ത് വലിയ ട്രോഫി ഇരിപ്പോൾ. ചില സമയത്ത് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് അതിൽ വലിയൊരു ട്രോഫി ഓസ്കാർ എന്ന് പറഞ്ഞ് കൊടുത്താൽ എന്താന്ന്. കാരണം അത്രയ്ക്ക് അഭിനയിക്കുന്ന ആൾക്കാർ എനിക്ക് ചുറ്റിനുമുണ്ട്. സത്യം.